Hello everyone. ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്സ് അഥവാ മെർച്ചൻഡൈസ് ആൻഡ് സർവീസസിന്റെ എക്സ്പോർട്സ് ഒക്ടോബർ 2022 58.36 ബില്യൺ US ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലം കൊണ്ടുണ്ടായ എക്സ്പോർട്സ് വെച്ച് നോക്കുമ്പോൾ 4.03% ഗെയിൻ ആണ് ഇതിൽ ഉണ്ടായതെന്ന് കാണാൻ പറ്റും. ഒരു എക്കോണമിയിൽ എക്സ്പോർട്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? എക്സ്പോർട്സ് ജനറേറ്റ് ഇൻകം, ക്രിയേറ്റ് ജോബ്സ്, പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെന്റ്, മാത്രമല്ല ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു സോഴ്സ് ആണ് എക്സ്പോർട്ട്. ഇത് വെച്ച് ഇമ്പോർട്ടഡ് ഗൂഡ്സ് ഓർ സർവീസസ് പർച്ചേസ് ചെയ്യാനും പറ്റും. രാജ്യത്തിന് മാത്രമല്ല ഹൈ എക്സ്പോർട്ട് പെർസെൻറ്റേജ് ഉള്ള കമ്പനികൾക്കും ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹൈ എക്സ്പോർട്ട് പെർസെൻറ്റേജ് ഈ കമ്പനികളെ ഒരുപാട് തരത്തിൽ സഹായിക്കും. മറ്റു രാജ്യങ്ങളിലേക്ക് ഗൂഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള പുതിയ മാർക്കറ്റുകൾ ഈ കമ്പനികൾക്ക് ഓപ്പണായി കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് കൊണ്ട് കമ്പനികൾക്ക് അവരുടെ കസ്റ്റമർ ബേസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. ഏതെങ്കിലും പെർട്ടിക്കുലർ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കുറക്കാനും ആവും. ഇതുവഴി കമ്പനികൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുകയും ഒപ്പം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ മാത്രം ഉണ്ടാകുന്ന ചേഞ്ചസ് പോലും ബാധിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കാനും പറ്റും. ഇനി ഒരു രാജ്യം കയറ്റുമതിയേക്കാളും ഇറക്കുമതി നടത്തേണ്ടി വരുന്ന സമയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നെറ്റ് എക്സ്പോർട്ട് ഫിഗർ നെഗറ്റീവ് ആകും. അപ്പോഴാണ് ആ രാജ്യം ഒരു ട്രേഡ് ഡെഫിസിറ്റിലേക്ക് പോകുന്നത്. ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു എന്ന് കൂടിയാണ് അതിനർത്ഥം. ഇത് എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ കറൻസി ശോഷിച്ചു വരികയാണ് എന്നാണ്. പിന്നെ ഫോറിൻ കറൻസി വാല്യൂവിലുള്ള ഫ്ലക്ച്വേഷൻ സ്ഥിരമാകുകയും അത് ക്രോസ് ബോർഡർ ട്രേഡിന് വെല്ലുവിളിയാവുകയും ചെയ്യും. റിപ്പോർട്ട്സ് പ്രകാരം 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു 1 ട്രില്യൺ മാനുഫാക്ചറിംഗ് എക്സ്പോർട്ട് മാർക്കറ്റ് ആകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഉയർന്ന എക്സ്പോർട്ട് പെർസെൻറ്റേജ് ഉള്ള ടോപ്പ് 5 സ്റ്റോക്കുകളാണ്. ഈ കമ്പനികളെക്കുറിച്ചും അവരുടെ ബിസിനസ്, അതുപോലെ സ്ട്രെങ്ത്തുകൾ, വീക്ക്നെസ്സുകൾ, ഇതിനെല്ലാതിനെയും കുറിച്ചുമുള്ള ഒരു ഹോളിസ്റ്റിക് വ്യൂ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകൾ ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള എല്ലാ കമ്പനികളും ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores, റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 10%, കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10%. 9th ഡിസംബർ പ്രകാരമുള്ള ഡാറ്റ ആണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഹയസ്റ്റ് എക്സ്പോർട്ട് പെർസെൻറ്റേജ് ഉള്ള കമ്പനി ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ പറയാം. സോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് ഓരോ ദിവസവും ഈ ചാനലിലൂടെ എത്തുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം. ഫസ്റ്റ് കമ്പനി എഫിൽ ഇന്ത്യ ലിമിറ്റഡ്. എഫിൽ ഒരു മൾട്ടിനാഷണൽ ടെക്നോളജി ഫേമാണ്. ഈ കമ്പനി ഒരു യുണീക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് കൺസ്യൂമർ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ്സിനെ സജഷൻസ് ആക്കുന്നു. ഈ പ്ലാറ്റ്ഫോം കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും ഓൾറെഡി ഉള്ളതും പുതിയതുമായ യൂസേഴ്സിനെ കസ്റ്റമേഴ്സായി മാറ്റാനും മാർക്കറ്റേഴ്സിനെ സഹായിക്കുന്നു. ഇവർക്ക് 2 ബിസിനസ് സെഗ്മെന്റ്സ് ആണുള്ളത്: കൺസ്യൂമർ ആൻഡ് എന്റർപ്രൈസ് പ്ലാറ്റ്ഫോംസ്. കൺസ്യൂമർ പ്ലാറ്റ്ഫോം ലീഡിംഗ് ബ്രാൻഡുകൾക്കും B2C കമ്പനികൾക്കും അക്വിസിഷൻസ്, എൻഗേജ്മെന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് എന്നിവ ഡെലിവർ ചെയ്യുന്നു. ഇവരുടെ മേജർ റവന്യൂ വരുന്നതും ഈ സെഗ്മെന്റിൽ നിന്നുമാണ്. ഇനി എന്റർപ്രൈസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് മൊബൈൽ യൂസേഴ്സുമായുള്ള ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആപ്പുകളുടെ ക്രിയേഷൻസും ഇ കൊമേഴ്സ് ആംബിഷൻസ് ഉള്ള ഓഫ്ലൈൻ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ടു ഓൺലൈൻ കൊമേഴ്സും ഇനേബിൾ ചെയ്യുന്നുണ്ട് ഇവർ. മാത്രമല്ല ഓൺലൈൻ ബിസിനസ്സിനും ഓഫ്ലൈൻ ബിസിനസ്സിനും എന്റർപ്രൈസ് ഗ്രേഡ് ഡേറ്റ അനലിറ്റിക്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ സെഗ്മെന്റിലൂടെ. ഫിനാൻഷ്യൽ ഇയർ 2022 അവരുടെ 65.3% റവന്യൂ വന്നിരിക്കുന്നത് എക്സ്പോർട്സിൽ നിന്നുമാണ് എന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നായിട്ട്. ഫിനാൻഷ്യൽ ഇയർ 2022 അവരുടെ എക്സ്പോർട്ട് റവന്യൂ 7,063 മില്യൺ രൂപയായിരുന്നു. കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്ലോബൽ ഡിജിറ്റൽ ആഡ് മാർക്കറ്റ് 9% ഗ്രോ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ പോലുള്ള എമേർജ് ചെയ്തു വരുന്ന മാർക്കറ്റ്സ് 25-30% ഗ്രോ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് ലീഡർ ആയതുകൊണ്ട് കമ്പനിക്ക് ഇനിയും ഗ്രോ ചെയ്യാനുള്ള നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയാം. കൂടാതെ കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ സ്ട്രോങ് ഫോക്കസ് നൽകുന്നുണ്ട് വിത്ത് എ സ്ട്രോങ് പേറ്റന്റ് പോർട്ട്ഫോളിയോ. കമ്പനിക്കുള്ള കാര്യമായ ഒരു ത്രെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേജർ റവന്യൂ വരുന്നത് അവരുടെ ടോപ്പ് 10 ക്ലയൻസിൽ നിന്നുമാണ് എന്നുള്ളതാണ്. സോ ഈ ടോപ്പ് 10 ക്ലയൻസിന് സംഭവിക്കാവുന്ന സ്ലോ ഡൗൺ ഒരു റിസ്ക് ആയിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി നമുക്ക് കമ്പനിയുടെ ചില ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം.
Current market price 1174.7, PE ratio 64.2, debt to equity 0.10, return on equity 27.8%, 1 year returns 10.1%, 200 DMA 1161.7, RSI 1439. അടുത്തതായി നമുക്ക് നവംബർ 2022 ലിസ്റ്റ് ചെയ്ത ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ പറ്റി സംസാരിക്കാം. ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ലീഡിംഗ് സ്പെഷ്യാലിറ്റി മറൈൻ കെമിക്കൽ മാനുഫാക്ചറർ ആണ്. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രോമിൻ, ഇൻഡസ്ട്രിയൽ സോൾട്ട് ആൻഡ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നിർമ്മിക്കുന്നതിലും ലോകമാകെ എക്സ്പോർട്ട് ചെയ്യുന്നതിലുമാണ്. മാത്രമല്ല ഫിസ്ക്കൽ 2021 കണക്ക് പ്രകാരം ഇവർ ബ്രോമിന്റെയും ഇൻഡസ്ട്രിയൽ സോൾട്ടിന്റെയും ഇന്ത്യയിലെ ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ്. 13 രാജ്യങ്ങളിലായി 18 ഗ്ലോബൽ കസ്റ്റമേഴ്സും 24 ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സും ഇവർക്കുണ്ട്. ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന പല റോ മെറ്റീരിയൽസ് ഇവർ കടൽ വെള്ളത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നു. ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ബിസിനസ് ആണ്. ആൻഡ് ഫിസ്ക്കൽ 2022 അവരുടെ 70.32% റവന്യൂ എക്സ്പോർട്സിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഇവരുടെ എക്സ്പോർട്ട് റവന്യൂ 7,948.8 മില്യൺ റുപ്പീസ് ആണ്. ഫിസ്ക്കൽ 2021 ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂവിന്റെ 74.41%, ഫിസ്ക്കൽ 2022 78.41% വന്നിരിക്കുന്നത് എക്സ്പോർട്ട് സെയിൽസിൽ നിന്നുമാണ്. ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഖത്തർ, ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾ അങ്ങനെ 13 രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. റവന്യൂവിന്റെ ജോഗ്രഫിക് സ്പ്ലിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ കമ്പനിക്കുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിന്റെ അടുത്ത് ഹാജിപൂരിൽ കമ്പനിക്ക് ഒരു ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ റൺ ഓഫ് കച്ചിലാണ് ലോകത്തിലെ 3rd ലാർജസ്റ്റ് ബ്രോമിൻ കോൺസെൻട്രേഷൻ ഉള്ള നാച്ചുറൽ റിസോഴ്സസ് ഇരിക്കുന്നത്. റോ മെറ്റീരിയൽ ആയിട്ട് ഈ യുണീക്കായ റൺ ബ്രൈൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സിനെ അപേക്ഷിച്ച് ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുകൂടാതെ ഇൻഡസ്ട്രിയൽ സോൾട്ടിന്റെ കാര്യത്തിൽ കമ്പനിക്ക് സോജിറ്റ്സ് കോർപ്പറേഷൻസുമായി വർഷത്തിൽ 2 മില്യൺ ടൺസിന്റെ ലോങ് ടേം അഗ്രിമെന്റ് ഉണ്ട്. അത് ഈ സെഗ്മെന്റിൽ നിന്നുള്ള തുടർച്ചയായുള്ള ഒരു റവന്യൂ ഇവർക്ക് ഉറപ്പ് നൽകുന്ന കാര്യമാണ്. പക്ഷേ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വളരെ ഉയർന്ന ലെവറേജ് കാണാനാകും. ഹെവി റെയിൻ കമ്പനിയെ നെഗറ്റീവായി ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. മഴ കാരണം കീ റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നശിച്ചു പോകാനും അതുവഴി ഓപ്പറേഷൻസ് പലതും സസ്പെൻഡ് ചെയ്യപ്പെടാനും സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇത് കാരണം ബാധിക്കാനും ഇടയുണ്ട്. ഇനി കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 521.2 rupees, PE ratio 34.1, debt to equity 3.48, return on equity 115%, RSI 1464.4. അടുത്ത കമ്പനി AIA എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. 1979 അഹമ്മദാബാദിലാണ് ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സിമന്റ്, മൈനിങ് ആൻഡ് തെർമൽ പവർ ജനറേറ്റിംഗ് ഇൻഡസ്ട്രീസിനു വേണ്ട കൊറോഷൻ റെസിസ്റ്റന്റ് കാസ്റ്റിംഗിന്റെ ഡിസൈൻ, ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റലേഷൻ ആൻഡ് സർവീസിംഗ് എന്നിവയിലാണ് ഈ കമ്പനി സ്പെഷ്യലൈസ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഒരു ലിക്വിഡ് മെറ്റീരിയൽ അച്ചുകളിലേക്ക് ഒഴിച്ച് സോളിഡിഫൈ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനത്തെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ഹൈ ക്രോം കാസ്റ്റിംഗ് പ്രൊഡ്യൂസറാണ് ഇവർ. കമ്പനിക്ക് 10 സബ്സിഡറീസ് ഉണ്ട് ഇന്ത്യ, UAE, UK, USA തുടങ്ങിയ രാജ്യങ്ങളിലായിട്ട്. ഫിനാൻഷ്യൽ ഇയർ 21-22 കമ്പനിയുടെ റവന്യൂവിന്റെ 77% വന്നിരിക്കുന്നത് എക്സ്പോർട്സിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. കമ്പനിയുടെ എക്സ്പോർട്സ് റവന്യൂ 2,35,241.37 ലക്ഷം രൂപയായിരുന്നു. സിമന്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഹൈ ക്രോം മിൽ പാർട്സിന്റെ മാർക്കറ്റിംഗിലും കമ്പോണന്റ് മാർക്കറ്റിംഗിലും ഗ്ലോബലി തന്നെ ഒരു സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത്. പിന്നെ പ്രധാന സെഗ്മെന്റുകളിലെല്ലാം നല്ല പ്രസൻസ് ഉള്ളതും എഫിഷ്യൻ്റായി ആഫ്റ്റർ സെയിൽ സർവീസസ് നൽകുന്നതും എൻഡ് യൂസർ സെഗ്മെന്റിലെല്ലാം ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ക്ലയന്റ് റിലേഷൻഷിപ്പ് ഉള്ളതുമെല്ലാം തന്നെ ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തുകളാണ്. ഇതുകൂടാതെ കമ്പനിക്ക് ഒരുപാട് എൻഡ് യൂസർ കാറ്റഗറികളിലായി ജോഗ്രഫിക്കൽ റീച്ചുമുണ്ട്. അത് ഇതിന്റെ റവന്യൂ മിക്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. AIA മിൽ പാർട്സ് ആൻഡ് കോമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സിമെന്റ്, മൈനിങ് ആൻഡ് പവർ സെക്ടേഴ്സിലാണ്. പക്ഷേ ഇതിനു പുറമെ മൈനിങ് സെഗ്മെന്റിൽ പല റീജിയൻസിലായി ബിസിനസ് അയൺ, പ്ലാറ്റിനം, ഗോൾഡ് പോലെ പല തരം മിനറൽസിന്റെ ഓറുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനിയുടെ ഓപ്പറേഷൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെന്ന് കാണാൻ പറ്റും. ഇൻവെന്ററീസ് ഡേയ്സ് 124ഉം റിസീവബിൾസ് 82 ഡേയ്സുമാണ് ആസ് ഓഫ് മാർച്ച് 31, 2021. ഉയർന്ന ഇൻവെന്ററി ഡേയ്സ് സൂചിപ്പിക്കുന്നത് ഇൻവെന്ററി പെട്ടെന്ന് തന്നെ സെയിൽസ് ആക്കി മാറ്റാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. ഇത് മോശം സെയിൽസ് പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടോ ആകാം. ഹൈ റിസീവബിൾ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി അതിന്റെ കളക്ഷൻ പ്രോസസ്സിൽ ഇൻഎഫിഷ്യന്റ് ആണ് എന്നാണ്.
അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീനിൽ നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2752.55 rupees, PE ratio 33.9, debt to equity 0.09, 5-year sales CAGR 9.69%, return on equity 13.8%, 1-year returns 46.04%, 5-year CAGR returns 12.85%, 200 DMA 2244.4, RSI 14 54.9. Fourth company on our list is Balakrishna Industries Limited. 1987 ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഫ് ഹൈവേ ടയർ ഡിവിഷൻ ലോഞ്ച് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൃഷിക്ക് ഒക്കെ ആവശ്യമായി വരുന്ന കുത്തനെയുള്ള അല്ലെങ്കിൽ കയറ്റിറക്കങ്ങളുള്ള നിരത്തുകളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന വാഹനങ്ങളെയാണ് ഓഫ് ഹൈവേ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ, കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എർത്ത് മൂവിംഗ്, പോർട്ട് ആൻഡ് മൈനിങ് ആൻഡ് ഗാർഡനിങ് ആപ്ലിക്കേഷൻസിലാണ്. ഇവർക്ക് ഇന്ത്യയിൽ 5 ടയർ പ്രൊഡക്ഷൻ സൈറ്റ്സും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും 3 ബിസിനസ് യൂണിറ്റുകളും ഉണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലായി 160 രാജ്യങ്ങളിൽ ഇവർക്ക് വൈഡ് നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സും ഉണ്ട്. കമ്പനിയുടെ ക്ലയന്റ് ബേസിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ന്യൂ ഹോളണ്ട്, AGCO, CLAAS, JCB, CAT, സക്കായ്, ഗോൾഡോണി, ടെറക്സ്, ടുർക്ക് ട്രാക്ടർ തുടങ്ങിയവരൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 21-22 സെയിൽസിന്റെ 83% വന്നിരിക്കുന്നത് എക്സ്പോർട്സിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. 54% യൂറോപ്പിൽ നിന്നും, 17% US നിന്നും, ലോകത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമായി 12% വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 17% ഡൊമസ്റ്റിക് സെയിൽസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവരുടെ എക്സ്പോർട്ട് റവന്യൂ 6861.61 കോടി രൂപയായിരുന്നു. ഗ്ലോബൽ ഓഫ് ഹൈവേ ടയറിൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ ഏതാണ്ട് 6% കൺസിസ്റ്റന്റ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അതിന് സപ്പോർട്ടായത് ഗ്ലോബലിയുള്ള ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സുമായിട്ടുള്ള കണക്ഷനും 160 രാജ്യങ്ങളിലുള്ള ബ്രോഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഡൈവേഴ്സ് ആയ പ്രൊഡക്റ്റ് ലൈനപ്പുമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫിനാൻഷ്യൽ ഇയർ 22 ഈ കമ്പനി 43% റവന്യൂ ഗ്രോത്തിലൂടെ 8295 കോടി രൂപയുടെ വരുമാനം കൈവരിച്ചതായിട്ടും കാണാം. ഇതുകൂടാതെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, കൺസ്ട്രക്ഷൻ, എർത്ത് മൂവിംഗ്, മൈനിങ്, പോർട്ട്, ടയേഴ്സ് എന്നിങ്ങനെ ഡൈവേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും ടയറിന്റെ മാനുഫാക്ചറിങ് റബ്ബർ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഈ റോ മെറ്റീരിയലുള്ള എന്തെങ്കിലും വ്യത്യാസം പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ചില ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീനിൽ കാണാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2058.1 rupees, PE ratio 28.4, debt to equity 0.42, 5-year sales CAGR 17.38%, return on equity 21.9%, 5-year CAGR returns 11.25%, 200 DMA 2064.4, RSI 14 61.5. ഇനി ഇന്നത്തെ ലിസ്റ്റിലെ അവസാനത്തെ കമ്പനി ഗ്ലാൻഡ് ഫാർമ ലിമിറ്റഡ്. ഗ്ലാൻഡ് ഫാർമ ലോഞ്ച് ചെയ്തത് 1978 ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻജെക്റ്റബിൾ ഫോക്കസ്ഡ് കമ്പനികളിൽ ഒന്നാണ് ഇത്. കമ്പനി പ്രധാനമായും എൻഗേജ് ചെയ്തിരിക്കുന്നത് ഇൻജെക്റ്റബിൾ ഫോർമുലേഷൻസിന്റെ നിർമ്മാണത്തിലാണ്. ഇൻജെക്റ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്കകത്തേക്ക് കുത്തിവെക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ ഓഫർ ചെയ്യുന്ന ഇൻജെക്റ്റബിൾസിൽ വയൽസ്, pre-filled syringes, dry powders, infusions, ophthalmic solutions and other active pharmaceutical ingredients എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഗ്ലാൻഡ് ഫാർമയ്ക്ക് വേൾഡ് വൈഡ് ആയി തന്നെ ബിസിനസ്സും ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ 21-22 കമ്പനിയുടെ 86% റവന്യൂവും വരുന്നത് എക്സ്പോർട്സിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. മെയിൻലി ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. കൂടാതെ 60-ലധികം കൺട്രീസിലേക്ക് എക്സ്പോർട്സും ഉണ്ട്. കമ്പനിയുടെ എക്സ്പോർട്ട് റവന്യൂ 37,846.08 മില്യൺ ആയിരുന്നു. $145 മില്യൺ US മാർക്കറ്റിലേക്ക് ഫിനാൻഷ്യൽ ഇയർ 23 ഫസ്റ്റ് ഹാഫിൽ 2 ഫീൽഡ് പ്രൊഡക്റ്റുകൾക്ക് ഫയൽ ടു ഫയൽ ലഭിച്ചു എന്നത് ഒരു സ്ട്രെങ്ത് ആണ്. കൂടാതെ ഗ്ലാൻഡ് ഫാർമ സൗത്ത് ആഫ്രിക്ക, ചൈന ആൻഡ് കസാഖ്സ്ഥാൻ തുടങ്ങിയ ലോകത്തിന്റെ മറ്റു പാർട്ടുകളിലേക്കും എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ ജനുവരി ടു ഏപ്രിലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാൻഡ് ഫാർമയുടെ എക്സ്പോർട്ട് ഷിപ്മെന്റ്സ് ജൂലൈ 2022 ഡബിൾ ആയിരുന്നു. ഇത് കാണിക്കുന്നത് കമ്പനിയുടെ സീക്വൻഷ്യൽ റിക്കവറി ഇപ്പോൾ ട്രാക്കിൽ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ റവന്യൂവിന്റെ വലിയൊരു ഭാഗവും വരുന്നത് US നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്നുമാണ് എന്നുള്ളത് കമ്പനിക്കൊരു പ്രോബ്ലം ആയേക്കാം. കാരണം അവിടെയുള്ള നിയമങ്ങൾ മാറുകയോ പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കും. ഇനി ഗ്ലാൻഡ് ഫാർമയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1726.65 rupees, PE ratio 27.6, debt to equity 0, 5-year sales CAGR 24.37%, return on equity 18.51%, 200 DMA 2566.2. അപ്പോൾ ഇതൊക്കെയാണ് ആ ടോപ്പ് 5 സ്റ്റോക്സ് വിത്ത് എ ഹൈ എക്സ്പോർട്ട് പെർസെൻറ്റേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മാത്രമല്ല നിങ്ങൾ ഓർപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.